ഞാൻ ഇങ്ക് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡ്രിപ്പർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ആ ഡ്രിപ്പർ വെച്ച് ആഡ് ചെയ്താലും മതി. ഞാനിത് നേരിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വാട്ടർ ഡ്രോപ്സ് ആഡ് ചെയ്യാം. വാട്ടർ ഡ്രോപ്സ് എന്താ പറയുക, എക്സസ് ആയാലും ബുദ്ധിമുട്ടാണ്, വളരെ കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. കാരണം അധികമായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ക് കറക്റ്റായിട്ട് കിട്ടില്ല. തീരെ നിറമില്ലാത്ത പോലെ ആയിരിക്കും ഇങ്ക് കിട്ടുക വാട്ടർ ഡ്രോപ്സ് അധികമായാൽ. പക്ഷേ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. കാരണം ഇങ്ക് നല്ല തിക്കായിട്ടായിരിക്കും കിട്ടുക. അപ്പം ഞാനിത് കലം വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ക് എന്താ പറയുക, മിക്സിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കലമിൽ ഇതുപോലെ ഇങ്ക് കാണില്ല, പറ്റി പിടിച്ചിട്ടുണ്ടാവില്ല. കാരണം വാട്ടർ എക്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കളറ്, ഇങ്കിൻ്റെ കളർ ഇത്ര ഉണ്ടാവില്ല നമ്മുടെ കലമിൽ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വാട്ടർ അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഒന്നുകൂടി കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക ഇങ്ക് ആഡ് ചെയ്യണം. അപ്പോൾ രണ്ടും ഒരു മിനിമൽ ലെവലിലായിരിക്കണം വേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, കണ്ടെയ്നറിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ കലം വെച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പം ഒരു കുറച്ച് എന്താ പറയുക ഇങ്ങനെ നമുക്കവിടെ കാണാൻ പറ്റും. ആ രീതിയിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ക് പ്രിപ്പറേഷനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആരും ഒരു മടിയും കൂടാതെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കിനി സ്ട്രോക്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാവരും കലമൊക്കെ ഒപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്കിനി എഴുത്തിലേക്ക് കടക്കാനുള്ളത്. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കും.